ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. ഞങ്ങളുടെ ബൺബറിയിലെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ യാത്ര. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള ശ്രീജിത്തും പഞ്ചമിയും കൂടെ ഉണ്ട്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഇവിടെയാണ്. ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റാണ്. ബൺബറിക്ക് അടുത്തുള്ള ഫെർഗ്യൂസൺ വാലിയിലാണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. സമ്മർ ഓൾറെഡി തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് പുല്ലൊക്കെ ചെറുതായിട്ട് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങൾ എത്തിയത് വെല്ലിംഗ്ടൺ ഡാമിലാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമാണ് ഈ വെല്ലിംഗ്ടൺ ഡാം എന്ന് പറയുന്നത്. ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ബൺബറി സിറ്റിയിൽ നിന്ന് 30 മിനിറ്റ് മാറിയാണ് ഈ ഡാം ഉള്ളത്. ഈ ഡാം ഇരിക്കുന്നത് വെല്ലിംഗ്ടൺ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ പാർക്കിലാണ്. ഇവിടെയുള്ള ചില സ്ഥലങ്ങളൊക്കെ കാണുകയാണ് ഇന്ന് നമ്മുടെ പരിപാടി. അവിടെ അടുത്തുള്ള റാപ്പിഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ അടുത്ത സ്റ്റോപ്പ്. ഇവിടെ ചെറിയ പിക്നിക് ഏരിയയും ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ചെറിയ സ്പോട്ടാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വെല്ലിംഗ്ടൺ നാഷണൽ പാർക്കിലെ ഒരു ചെറിയ വഴി കൂടെയാണ് നമ്മുടെ യാത്ര. ഇതൊരു വൺ വേ ആണ്, പക്ഷേ നല്ല രസമാണ്. ചെറിയൊരു വഴിയാണ്, സൈഡ് മൊത്തം കാടാണ്. നല്ലൊരു രസമാണ് അവിടെ കൂടെ വണ്ടി ഓടിച്ചു പോകാൻ. അങ്ങനെ നമ്മൾ യാത്ര എത്തിയിരിക്കുന്നത് ഹണിമൂൺ പൂൾ എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ്. ഇത് ഒരു ചെറിയ പിക്നിക് ഏരിയയും ആൾക്കാർക്ക് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ആൾക്കാർ പല ദിവസങ്ങളിലേക്കൊക്കെ ക്യാമ്പ് ചെയ്യുന്നവരും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വന്നവരും ഒക്കെ ഉണ്ട്. ഇവിടെ ഫ്രീ ക്യാമ്പുകളും പിന്നെ പെയ്ഡ് ക്യാമ്പുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ക്യാമ്പിങ്ങിന് വേണ്ട എല്ലാ സൗകര്യവും കൂടുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ കുളിക്കാനും ഒക്കെ ഉള്ള നല്ല സെറ്റപ്പാണ്. നല്ല തെളിഞ്ഞ വെള്ളവും എല്ലാമാണ് ഇവിടെ. ശ്രീജിത്തും പഞ്ചമിയും ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലായപ്പോൾ ജോയ്സ് അവിടെ പോയൊരു കല്ലിലിരിക്കുകയാണ്. ജോയ്സിന് ചുറ്റും ഇഷ്ടംപോലെ താറാവുകൾ നടപ്പുണ്ട്. നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം കറിയായാനെ എന്ന് ഞാൻ ആലോചിച്ചു പോയി. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് വെല്ലിംഗ്ടൺ ഡാമിൻ്റെ തന്നെ ഒരു പൊക്കത്തിലുള്ള വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ള മുകളിൽ നിന്നുള്ള കാഴ്ച കാണാൻ പറ്റും. ഡാമിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും ഈ പ്രദേശത്തെ കൾച്ചറിനെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ബോർഡുകളിലൊക്കെ ആയി എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അബോറിജിനൽ കൾച്ചറിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടുത്തെ യൂറോപ്യൻസ് ഇവിടെ എത്തി കോളനി ആക്കുന്നതിന് മുന്നേ ഓസ്ട്രേലിയയിൽ ശരിക്കും താമസിച്ചിരുന്ന ആൾക്കാരാണ് അബോറിജിനൽസ് എന്ന് ഇപ്പോൾ വിളിക്കുന്നത്. 1933 വെല്ലിംഗ്ടൺ ഡാം ആദ്യമായിട്ട് പണി കഴിപ്പിച്ചത്. അതിനുശേഷം പലതവണ അത് പുനരുദ്ധരിച്ചിട്ടും ഒക്കെ ഉണ്ടെന്ന് അവിടെ കണ്ടു. ഈയിടെ വന്ന ഒരു സംഭവമാണ് ആ ഡാമിൻ്റെ വോളിൽ മൊത്തം പെയിൻറ്റിങ് ഒക്കെ. അത് കാണാൻ ഭയങ്കര രസമാണ്. ആ കാണുന്ന റോഡിലാണ് നമ്മൾ ആദ്യം പോയി നിന്നത് താഴെ. വാൻ ഹെൽറ്റൺ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയക്കാരനാണ് 4 മാസം കൊണ്ട് ആ പെയിൻറ്റിങ് ചെയ്തത്.
ആ പുള്ളി ഒരു ചില്ലറക്കാരനല്ല. റഷ്യയിലെ ചെർണോബിലും ഇന്ത്യയിലെ അപ്പാർട്ട്മെൻറ്റുകളിലും യുദ്ധത്തിനിടയ്ക്ക് യുക്രൈനിലും ഒക്കെ പോയി ഇതുപോലത്തെ പെയിൻറ്റിങ്ങുകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്കിനി ഒരു ചെറിയ യാത്രയുണ്ട്. ഒരു 1.5 മണിക്കൂർ ബസൽട്ടൺ ഹൈവേ കൂടെ യാത്ര ചെയ്ത് നമ്മൾ ബസൽട്ടണിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ഫുഡ് കോർട്ടിൽ കയറി ഭക്ഷണവും കഴിച്ചു. അങ്ങനെ നമ്മൾ ബസൽട്ടണിൽ എത്തിയിരിക്കുകയാണ്. ബസൽട്ടൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബൺബറിയിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ വീണ്ടും സൗത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു മേജർ ടൂറിസ്റ്റ് സ്ഥലമാണ്. ബസൽട്ടൺ ജെട്ടിയാണ് ഇവിടുത്തെ പ്രധാന കാണാനുള്ള സ്ഥലം. ആ ജെട്ടി എന്ന് പറയുന്നത് പണ്ട് ഒരുപാട് വ്യാപാരത്തിനായിട്ടൊക്കെ കപ്പലുകളൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. 1.8 കിലോമീറ്റർ നീളമുള്ള ഒരു ജെട്ടിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അവിടെ ആ ജെട്ടിയിൽ കൂടെ ഉള്ള ഒരു ട്രെയിൻ സർവീസും പിന്നെ ജെട്ടിയുടെ അറ്റത്ത് ഒരു അണ്ടർ വാട്ടർ മ്യൂസിയവുമാണ് ഉള്ളത്. അതുകൂടാതെ കരയിൽ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള പ്ലേ ഗ്രൗണ്ടുകളും പിന്നെ ബാറുകളും പബ്ബുകളും എല്ലാം ഉണ്ട്. ജെട്ടിയിൽ കൂടെ ഒന്നെങ്കിൽ നമുക്ക് ഒരു $5 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് അങ്ങേയറ്റം വരെ പോയിട്ട് വരാം. അല്ലെങ്കിൽ ഒരു $17 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ നമുക്ക് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ട്രെയിൻ വളരെ പതുക്കെയാണ് പോകുന്നത്. നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാം. അത് 4-5 കിലോമീറ്റർ സ്പീഡിലും കണ്ടാണ് പോകുന്നത്. അത് ഏകദേശം 1 മണിക്കൂർ എടുത്താണ് പോയിട്ട് തിരിച്ചെത്തുന്നത്. ട്രെയിനിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ആ ജെട്ടിയുടെ ഹിസ്റ്ററിയും പ്രധാന കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു വോയിസ് അസിസ്റ്റൻസും നമുക്കുണ്ട്. ഇതാണ് ജെട്ടിയുടെ അറ്റത്തുള്ള അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി. ഇന്നിപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല. It is the only place along the jetty with a sailing ship and more. Again, we ask everyone to be seated until the train comes to a complete stop. Then don't forget to lower your hand when you're ready. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അവസാനത്തെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതിന് പറയുന്നത് കനാൽ റോക്സ് എന്നാണ്. പാറക്കെട്ടുകൾക്കിടയിൽ കൂടെ കടൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കനാൽ പോലെ ഒഴുകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ കനാൽ റോക്സ് എന്ന് പറയുന്നത്.
വൈകുന്നേര സമയത്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ അവിടുത്തെ സൺസെറ്റും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.